ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വാതക്കലിരുന്ന രാഘവേട്ടനെ കാണാനില്ല. സത്യാമ്മയും വിഷ്ണുവും പുറത്തൊക്കെ ഓടി നടന്ന് നോക്കുവാണ്. ശാന്തയും പൊന്നിയും റൂമിനകം എല്ലാം നോക്കിയിട്ടും അവിടെ എങ്ങും രാഘവേട്ടനെ കാണാനില്ല. അപ്പോൾ നൂർജഹാൻ അങ്ങോട്ട് വരുവാണ്. എന്താ സത്യാമ്മ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത്? എൻ്റെ പൊന്നുമോളെ, രാഘവേട്ടനെ കാണാനില്ല. അയ്യോ, അച്ഛൻ എവിടെ പോയി? അച്ഛനെ കണ്ടില്ലെന്നോ? വിഷ്ണു പറയുക, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എപ്പോഴും അച്ഛനെ നോക്കിക്കോണമെന്ന്. എടാ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നീയും കണ്ടില്ലല്ലോ. എൻ്റെ ഈശ്വര, ഇനി എവിടെ ചെന്ന് നോക്കാനാ? എടാ മോനെ, ചിലപ്പോഴേ ആ വടക്കേ അറയുടെ മുന്നിൽ പോയി നിൽക്കുന്ന കാണാം, അവിടെ നിന്ന് നോക്കിയാലോ? ശാന്തയും പൊന്നിയും പറയുന്നുണ്ട്. ശരിയാ, അവിടെ നിൽക്കുന്ന ഞങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരുടെ ചെന്ന് അറ തുറന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചു കള്ളനെ പോലെ നമ്മുടെ രാഘവേട്ടൻ ഇങ്ങനെ ചമ്മറം പണിഞ്ഞിരുന്നുകൊണ്ട് ഒരു പാത്രം നിറയെ പലഹാരം കട്ടുതിന്നുവാണ്. അത് കണ്ട് വിഷ്ണുവും സത്യാമ്മയും അങ്ങ് അന്തം വിട്ട് നിൽക്കുക. വിഷ്ണുവിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. വിഷ്ണുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. വിഷ്ണു സങ്കടത്തോടെ രാഘവേട്ടൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യാമ്മ പറയുന്നു, അപ്പോൾ ശരി, ഇതാണില്ലേ എടുത്തു വെക്കുന്ന പലഹാരങ്ങളൊക്കെ കുറയുന്നത്. വിഷ്ണു ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുക, എൻ്റെ അച്ഛൻ എന്തുവായി കാണിക്കുന്നത്? എന്തിനാച്ചാ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അച്ഛനത് വേണമെങ്കിൽ അപ്പുറത്തെടുത്ത് വെച്ചിരുന്ന് കഴിക്കാമായിരുന്നല്ലോ. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ രാഘവേട്ടനും പറയുക, എടാ മോനെ വിഷ്ണു, നിൻ്റെ അമ്മ എനിക്കൊന്നും കഴിക്കാൻ തരത്തില്ലടാ, എല്ലാം വിറ്റ് കാശാക്കുക. രാഘവേട്ടൻ അങ്ങനെ പറഞ്ഞത് കേട്ട് സത്യാമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ സത്യാമ്മ രാഘവേട്ടനെ ഒന്ന് നോക്കിയിട്ടങ്ങ് പോവുകയാണ്. കൊച്ചുകുട്ടികൾ മണ്ണ് വാരി തിന്നുമ്പോൾ അമ്മമാർ വന്ന് കയ്യോടെ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ രാഘവേട്ടൻ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുവാണ്. എടാ മക്കളെ, എന്നാ കഴിച്ചോടാ, എന്നാ അച്ഛനല്ലേ തരുന്നേ, നല്ലതാ മോനെ എന്നൊക്കെ ഇങ്ങനെ ഒരു കൊച്ചു കുട്ടികളെ പോലെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണുവിന് സങ്കടം സഹിക്കാൻ പറ്റാതെ വിഷ്ണു അങ്ങ് ഏങ്ങി കരയുവാണ്. വിഷ്ണു കരയുന്നത് കണ്ടിട്ട് ചോദിക്കുക, എന്താ എൻ്റെ മോന് സങ്കടമായോ? ഇന്നാ അച്ഛൻ തിന്നുന്നില്ല, കൊണ്ടുവച്ചേരെ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലോട്ട് ആ പലഹാരം അങ്ങ് കൊടുക്കുവാണ്. എന്നിട്ട് കഴിക്കുമ്പോൾ തറയിൽ പൊഴിഞ്ഞു വീണ ആ പലഹാരത്തിൻ്റെ പീസുകളൊക്കെ പെറുക്കി രാഘവേട്ടൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെപ്പോലെ കഴിക്കുവാണ്. രാഘവേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് വിഷ്ണു വിചാരിക്കുക, എത്ര പ്രൗഢിയോടെ എങ്ങനെ ജീവിച്ചതായി എൻ്റെ അച്ഛൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് വിഷ്ണുവിന് സഹിക്കാൻ പറ്റുന്നില്ല. വിഷമിച്ച് നിൽക്കുന്ന സത്യാമ്മയുടെ അടുത്തോട്ട് നൂർജഹാൻ ചെന്ന് സമാധാനിപ്പിക്കുവാണ്. സത്യാമ്മ പറയുക, രാഘവേട്ടൻ്റെ അസുഖത്തിൻ്റെയാണ് ഈ കാണിക്കുന്നത്. ആ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. പക്ഷെ എന്ത് ചെയ്യാനാ? അതിനുള്ള പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എൻ്റെ മുന്നിൽ ഒരു വഴിയും തെളിയുന്നില്ല. നൂർജഹാൻ പറയാ, വഴിയുണ്ട് സത്യാമ്മേ. പരിശുദ്ധം കറി മസാല നടത്തുന്ന ഫുഡ് കോമ്പറ്റീഷനുണ്ട്, നമുക്കതിൽ പങ്കെടുക്കാം. വിജയിച്ചാലേ 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ശാന്തയും പറയുന്നുണ്ട്, സത്യാമ്മേ നമുക്ക് പങ്കെടുക്കാം, ഞാൻ കൂടെ ഉണ്ടല്ലോ, ധൈര്യമായിട്ട് നമുക്ക് പങ്കെടുക്കാം സത്യാമ്മേ. ഒന്ന് സമ്മതിക്ക് സത്യാമ്മേ, രാഘവൻ സാറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പൊന്നി വരെ പറയുന്നുണ്ട്. ഈശ്വരൻ നമ്മളെ വിജയിപ്പിക്കും സത്യാമ്മേ, അപ്പോൾ നമുക്ക് പങ്കെടുക്കാം ഇല്ലേ എന്നിങ്ങനെ സത്യാമ്മ പറയുമ്പോൾ ഇനി ഒന്നുമില്ല, നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നിങ്ങനെ നൂർജഹാൻ അതങ്ങ് ഉറപ്പിക്കുവാണ്. മത്സരിച്ച് ജയിച്ച് കിട്ടുന്ന തുകയെ നമ്മൾ അച്ഛൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. നമ്മൾ ജയിക്കും സത്യാമ്മേ, നമ്മളെ ജയിക്കൂ. സുസ്മിതയും പാചക മത്സരത്തിൽ ചേരാൻ പോവാണ്. സുസ്മിത ഒരു പാചക ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അത് നോക്കി അങ്ങോട്ട് കാണാപ്പാടം പഠിക്കുക. ജഗദീപ് അത് കണ്ടിട്ട് മനസ്സിൽ പറയാം, ഓഹോ, അപ്പം പാചകം കാണാപ്പാടം പഠിച്ച് ചെയ്യാൻ പോവാണ് കൊച്ചമ്മ. നേരെ ചൊവ്വേ ഒരു ചായയുടെ വെള്ളം തിളപ്പിക്കാൻ പോലും അറിയാൻ വയ്യാത്ത ഇവളാ ഇനി പാചക മത്സരത്തിനോട്ട് പോകുന്നത്. ജഗദീപ് അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, സുസു എന്താ ഇത്? ആഹാ, പാചകറാണി, ഇത് വെച്ചിട്ടാണോ? ഇത് വല്ല വർക്കൗട്ട് ആവുമോ സുസു? അല്ല, എഴുതി പാസ്സാകുന്ന പരീക്ഷ വല്ലതും ആണെങ്കിൽ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാം. ഇതിപ്പോൾ പാചകമാണ്, അതിനെ വല്ലതും ചെയ്ത് പഠിക്കണം. ചിറ്റപ്പനെ ഏതോ ഒരു ഹോട്ടലിലെ ഷെഫിനെ കൊണ്ട് എന്നെ പാചകമൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുസു, മത്സരത്തിന് ഷെഫിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതേ, പരിശുദ്ധം കറി മസാല പൗഡറുകാരാ ഈ മത്സരം നടത്തുന്നത്. അപ്പോൾ കറി മസാല കൂടുതലുള്ള ഭക്ഷണമായിരിക്കും ഉണ്ടാക്കാൻ പറയുന്നത്. അതാ ഞാൻ ഈ ബുക്ക് നോക്കി പഠിക്കുന്നത്. ഈ ബുക്ക് നോക്കി പഠിച്ചുകൊണ്ടിരുന്നാലേ അവിടെ തന്നെ അങ്ങ് ഇരിക്കത്തതേ ഉള്ളൂ. എന്താ ജഗദീപ് വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ എൻ്റെ സുസു, ഞാൻ പറഞ്ഞു വരുന്നതേ, നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. മീൻ പൊരിക്കുന്നതിലേ സ്പെഷ്യലിസ്റ്റ് ചെയ്യണമെങ്കിലേ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ഹോട്ടലിലെ പണിയൊന്നും എടുത്ത് എനിക്ക് ശീലമില്ലെങ്കിലേ ഞാനും ഇവിടെ ഒരു കുക്കാണല്ലോ. സുസ്മിത പറയുക, ആ എന്നാലും ഒരു കൈ നോക്കിക്കളെ. അയ്യോ എൻ്റെ സുസു, ഒരു കൈ പറ്റത്തില്ല. ആ മീൻ ഇങ്ങോട്ടെടുത്ത് കുനുകുനാന്നിങ്ങനെ വരഞ്ഞിട്ട് ആ മസാലയൊക്കെ പുരട്ടി ആ എണ്ണയിലോട്ട് ഇടുന്നതിന് 2 കൈ വേണം. അങ്ങനെ ജഗദീപ് സുസ്മിതയും വിളിച്ചുകൊണ്ട് കിച്ചണിലോട്ട് പോവുകയാണ്. ജഗദീപ് ഒരു വലിയ മീനൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലെ കുറച്ച് മസാലക്കൂട്ടും കാണിച്ചാണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പുരട്ടണം.
ഇങ്ങനെ പുരട്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലോട്ടിടുന്നത്. ബാ സുസു ഇതൊന്ന് പിടിച്ചേ. സുസ്മിതയ്ക്കാണെ അത് കണ്ടിട്ടങ്ങ് ഓക്കാനം വരുന്നു. ജഗദീപ് ഉണ്ടാക്കി ഡൈനിങ് ടേബിളെ വെക്കുമ്പോൾ വന്നിരുന്ന് വെട്ടി വിഴുങ്ങുന്ന ശീലവേ സുസ്മിതയ്ക്കുള്ളല്ലോ. സുസ്മിത ഇങ്ങനെ അറച്ചോണ്ട് ആ മീനിങ്ങനെ പിടിക്കുമ്പോൾ ജഗദീപ് പറയുക, എൻ്റെ സുസ്മിത ഇത് ചത്തിട്ട് കുറേ ദിവസമായി, നീ ധൈര്യത്തെ അങ്ങോട്ട് പിടിച്ചോ. അങ്ങനെ സുസ്മിത അങ്ങനെ വളരെ വിഷമിച്ച് ആ മീനെ മസാലയൊക്കെ പുരട്ടുന്നുണ്ട്. ജഗദീപ് പറയുക, വേണ്ട തീയൊക്കെ അതിൻ്റെ പാകത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ആ എണ്ണയിലോട്ടിട്ട് എൻ്റെ സുസു അതൊന്ന് വറുത്തോണ്ട് വാ, ഞാൻ അവിടെ പോയി ഇരിക്കാം. അങ്ങനെ ജഗദീപ് അവിടെ ഇരുന്നുകൊണ്ട് ഓരോരോ ഓർഡർ അങ്ങോട്ട് പറയുവാണ്. സുസു തീ കറക്റ്റാണെന്ന് നോക്കണം, മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം, ശരിക്ക് വേകുന്നതനുസരിച്ച് മറിച്ചും തിരിച്ചു വിടണം. അയ്യോ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ ജഗദീപേ? അല്ല വേണ്ട, ഞാൻ കൂടെ വന്നങ്ങ് ചെയ്യാം. എൻ്റെ സുസു ഇതൊക്കെ അവിടെ പോയിട്ട് നീ ചെയ്യേണ്ടതാ. ഇതൊക്കെ നീ ചെയ്ത് പഠിച്ചെങ്കിലല്ലേ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഞാനിതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? അതെങ്ങനെയാ? വല്ലപ്പോഴും എങ്കിലും അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? ചൊരക്ക എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ ചക്ക എടുത്തോണ്ട് വരുന്ന പാർട്ടിയാ. അയ്യോ എൻ്റെ സുസ്മിത, ഇവിടെ നീ കൈ കഴുകിക്കൊണ്ട് തന്നാലേ ആ മീൻ കരിയും, എൻ്റെ കൈ നാറുന്നു. പിന്നെ ചാണകമല്ലയോ അത്? മീൻ വറുത്ത് വരുന്നതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. സുസു തീ നോക്കിയിട്ട് വേണം തിരിച്ചിടേണ്ടത്. ജഗദീപേ, എന്നെ അങ്ങനെ വളരെ കൊച്ചായിട്ടൊന്നും കാണണ്ട. കുറച്ച് നാൾ ഞാൻ അടുക്കളയിലൊന്നും കയറിയിട്ടില്ലെന്നും പറഞ്ഞേ ഒരു മീൻ മറക്കാനൊക്കെ എനിക്കറിയാം. അങ്ങനെ ഒരു തരത്തിൽ സുസ്മിത മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജഗദീപ് വലിയ സന്തോഷത്തോടെ കൊണ്ടുപോവാ. കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ജഗദീപിന് ഇങ്ങനെ സുസ്മിത ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ജഗദീപാണെങ്കിൽ 2 കൈ എടുത്തിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുവാണ്, ദൈവമേ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഞാനൊരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ പോകുന്നത്, മിന്നിച്ചേക്കണേ. വലിയ സന്തോഷത്തോടെ അങ്ങനെ ജഗദീപ് മീനെടുത്തിട്ട് പറയുക, സുസു ഞാനിത് ആസ്വദിച്ചിട്ട് കഴിക്കാൻ പോവാണ്, എന്നിട്ട് ഈ മീനിലറിയാം എൻ്റെ സുസുവിൻ്റെ കഴിവ് എന്നും പറഞ്ഞ സുസ്മിത വാർത്ത മീൻ്റെ ആ മൂടി അങ്ങോട്ട് തുറന്നു നോക്കിയിട്ട് ജഗദീപ് ചോദിക്കുന്നു, ഇതെന്തുവാ കരിമീനോ? കുറച്ച് കരിഞ്ഞെന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? വേറെ ഒരു കുഴപ്പമില്ല സുസു, പക്ഷെ ഇത് കഴിക്കാൻ കൊള്ളത്തില്ല. എൻ്റെ സുസു, നീ മത്സരിക്കാൻ പോകുന്നതേ പാചകകല വിദ്യയാക്കിയിട്ടുള്ളവരാ. കാര്യങ്ങൾ അറിഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി പോയില്ലെങ്കിലേ എൻ്റെ പൊന്നു മോളെ നീ പാടുപെടും. എന്നാലേ ഞാനേ ചിറ്റപ്പം പറഞ്ഞ ഷെഫിനെ കാണാൻ പോവാം, അയാൾ നല്ല കൃത്യമായിട്ട് പാചകം പഠിപ്പിച്ചു തരും, കേട്ടല്ലോ എന്നും പറഞ്ഞ സുസ്മിത പാചകം പഠിക്കാൻ പോവാ. ജഗദീപ് പറയുക, ഒന്നില്ല ഷെഫിൻ്റെ ജോലി ഇന്നത്തോടെ തെറിക്കും, അല്ലെങ്കിൽ അയാൾ ജോലി രാജിവെച്ചിട്ട് ഈ രാജ്യം തന്നെ വിട്ടുപോകും. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. എന്നാലും ഇത്രയും ക്യാഷ് പ്രൈസ് അത് ആർക്കായിരിക്കും കിട്ടുന്നത്? വിഷ്ണുവും കമലിനും കൂടെ നമ്മുടെ സുബേർക്കാടെ അടുത്ത് വന്നിരിക്കുവാണ്. സുബേർക്ക പറയുന്നു, വിഷ്ണു മുഖവരെ ഒന്നും വേണ്ട, എന്താ ചോദിക്കാൻ വന്നെന്ന് വെച്ചാൽ ചോദിച്ചു. അത് സുബേർക്ക, എനിക്കൊരു വണ്ടി മേടിക്കണമായിരുന്നു. ലോറിയോ? അയ്യോ ലോറിയല്ല സുബേർക്ക, ഒരു ഓട്ടോറിക്ഷ. താനെന്താ ലോറി വിട്ടിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവാണോ? അതല്ലിക്ക, ഒരു മാറ്റം വേണമെന്ന് തോന്നി. അതുമാത്രമാണോ? ആ സംഭവം കൊണ്ട് ഇക്കായിക്കൊണ്ടായ നഷ്ടം പറഞ്ഞു നികത്താൻ പറ്റുന്നതല്ലല്ലോ. എൻ്റെ വിഷ്ണു, എൻ്റെ താല്പര്യമൊന്നും നീ കണക്കാക്കണ്ട. നിനക്ക് എന്താണോ ഇഷ്ടം അതാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. നീ ഓട്ടോ ഓടിക്കാനാ താല്പര്യപ്പെടുന്നെങ്കിലേ ഞാനൊരു ഓട്ടോ മേടിച്ച് തന്നാൽ മതിയോ? അയ്യോ അത് വേണ്ട ഇക്ക, എന്നെ ബാങ്കിലൊന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി. അങ്ങനെ ലോൺ ഇട്ടിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ മേടിക്കാം. അപ്പോൾ കുറച്ച് പൈസ എനിക്ക് ലോൺ അടച്ച് തീർക്കാമല്ലോ. അതൊരു നല്ല കാര്യമാണ് വിഷ്ണു. സ്വന്തം വണ്ടിയാ ഓടിക്കുന്നതെന്നുള്ളൊരു സംതൃപ്തിയും കിട്ടും. പിന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ബന്ധം ജില്ലാ കളക്ടറുടെ ഒരു ഫോൺ കോളിലുണ്ട്. അവർ ഓട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തരും. എൻ്റെ ഇക്ക, അങ്ങനെ ഒരു ബന്ധം പറഞ്ഞ് ലോൺ എടുക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇക്കായോട് സഹായം ചോദിച്ചത്. അത് മാത്രമല്ല വിഷ്ണു, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതിൻ്റെ ക്ഷീണവും ആകും. കമലൻ പറയുക, സുബേർക്ക, അത് സുബേർക്കായ്ക്ക് ഏട്ടത്തിയമ്മയെക്കുറിച്ച് അറിയാൻ വയ്യാത്തോണ്ടാ. ഏത് പണി മാന്യമായി എടുക്കുന്നതാണെങ്കിൽ ഏട്ടത്തിയമ്മ അതിന് കൂടെ നിൽക്കും. ആശാനാണെങ്കിൽ എപ്പോഴും അതിനൊരു കോംപ്ലക്സ് ഉണ്ട്. അതിന് മലയാളത്തിലൊരു വാക്കുണ്ടല്ലോ, അപകർഷതാബോധം. എൻ്റെ ആശാൻ അത് നന്നായിട്ടുണ്ട്. അതുകൊണ്ടുള്ള തോന്നൽ കൊണ്ടായി കാണിച്ചു കൂട്ടുന്നതല്ല. സുബേർക്ക പറയുക, ഏതായാലും ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞോളാം, വിഷ്ണു സൗകര്യം പോലെ അങ്ങ് ചെന്നാൽ മതി. എന്നാൽ പിന്നെ നമ്മുടെ കമലിനും കൂടെ ഒരു ഓട്ടോ എടുക്കട്ടെ വിഷ്ണു, രണ്ടുപേർക്കും ഒരു സ്റ്റാൻഡിൽ കിടന്ന് ഓടാവല്ലോ. ഓട്ടോ ഞാൻ മേടിച്ചു തരാം, ഡെയിലി വാടക തന്നാൽ മതി. അത് സുബേർക്ക, ആദ്യം ആശാൻ വണ്ടി എടുക്കട്ടെ, എന്നിട്ട് നമുക്കൊരു കൈ നോക്കാം. ഈ തലയിരിക്കുമ്പോൾ വാലാടരുതല്ലോ. സുബേർക്ക പറയാ, അതും ശരിയാ. അപ്പോൾ ഇനി മുതൽ എൻ്റെ ആശാൻ ഓട്ടോ വിഷ്ണു. ശാലിനി ശാരദാമ്മയുടെ എടുത്തിട്ട് വരുമ്പോൾ ശാന്തയും അങ്ങോട്ട് വരുന്നുണ്ട്.
ശാലിനി വിചാരിക്കും, ദൈവമേ ശാന്തേച്ചിയാണല്ലോ വരുന്നത്, അമ്മയും ശാന്തേച്ചിയുടെ കണ്ടാൽ വീണ്ടും വഴക്കാവുമല്ലോ, എന്തു പറഞ്ഞാൽ ഒന്ന് സമാധാനപ്പെടുത്തുന്നത്. പെട്ടെന്ന് ശാലിനി, ശാന്തേച്ചി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ, അമ്മ കണ്ടാൽ വഴക്കാവും, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടുപേരെ ഒന്നിപ്പിക്കണമെന്ന്. അപ്പോൾ ശാരദാമ്മ അകത്തുനിന്ന് ഇങ്ങോട്ട് വരുവാണ്. ശാരദാമ്മ ശാന്തയെ കണ്ടിട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നു, ശാന്ത എന്തായി നമ്മുടെ പരിപാടിയൊക്കെ? ഇതെന്തു മറിമായവാ? ഒന്നും മനസ്സിലാകാതെ ശാലിനി ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുവാണ്. എൻ്റെ ശാന്തേ, നീ ഇല്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ കുറച്ചൊന്നും അല്ല അനുഭവിക്കുന്നത്, എനിക്കറിയാം ശാരദാമ്മേ, ഇവിടുത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ശാലിനി ഇങ്ങനെ മൃഗസ്യാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ശാരദാമ്മ പറയാം, ഞങ്ങൾ തങ്ങളിൽ എന്ത് പിണക്കവാ അല്ലേടി ശാന്തേ? അല്ല, ഇത് എന്ത് മാജിക്കമ്മേ, കീരിയും പാമ്പും പോലെ ഇരുന്ന് നിങ്ങളിപ്പോൾ അടയും ചക്കരയും പോലെ ആയല്ലോ, ഇത് എപ്പോൾ സംഭവിച്ച്? ശാരദാമ്മ പറയുക, അതെ, കളക്ടർക്ക് മാത്രമല്ല ബുദ്ധിയും തന്ത്രവും ഒക്കെ ഉള്ളത്, കളക്ടറുടെ അമ്മയ്ക്കും ഉണ്ട്. ശാന്ത പറയുക, അഭിനയിക്കാൻ ഇപ്പൊ മോശക്കാരല്ല ഞങ്ങളെന്നേ ഇപ്പൊ കുഞ്ഞിന് മനസ്സിലായില്ലേ? അഭിനയമോ? എൻ്റെ അമ്മ എന്തോ ഈ പറയുന്നേ? പിന്നെ അല്ലാതെ, ശാന്തയെ എനിക്ക് എത്ര വർഷമായിട്ട് അറിയാം, ശാന്തയും ഞാനുമായുള്ള അടുപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. എന്നിട്ടേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അങ്ങ് ശത്രുക്കളായെന്ന് പറഞ്ഞപ്പോഴേ കളക്ടർ സാർ അങ്ങ് വിശ്വസിച്ചു പോയല്ലോ. എൻ്റെ ശാലിനി, നിന്റെ അമ്മായിയമ്മയെ ഈ ശാന്തയെ കൂടെ നിർത്തണമെങ്കിലേ അല്പസ്വല്പം നാടകമൊക്കെ ഇങ്ങനെ കളിക്കേണ്ടി വരും. അങ്ങനെ കളിച്ച ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ വഴക്ക്. എന്നാലും നിങ്ങളെ രണ്ടുപേരും ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തൊരു വിശ്വാസമുള്ള പ്രകടനമായിരുന്നു. സത്യാമ്മയെ നേരിട്ട് സഹായിക്കാൻ ശാരദാമ്മയ്ക്കോ ശാലിനിക്കോ കഴിയില്ല. അപ്പോൾ പിന്നെ ഇങ്ങനൊരു നാടകം അഭിനയിച്ചാൽ മാത്രമേ ശാന്തയെ അവിടെ എത്തിച്ചിട്ട് സത്യാമ്മയുടെ ബിസിനസ് പച്ച പിടിപ്പിക്കാൻ കഴിയുമെന്ന് പിള്ളയും ശാരദാമ്മയും ശാന്തയും ചേർന്നെടുത്ത നാടകമാണിത്. ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെ ശാലിനി ഇതെല്ലാം കേട്ടിട്ട് പറയാ, എങ്കിലും സമ്മതിക്കണം രണ്ടുപേരെയും, എല്ലാരെയും അങ്ങോട്ട് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് സത്യാമ്മയുടെ ബിസിനസ്സൊക്കെ? അതെ, ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഓർഡർ പിടിക്കാനും കൊടുക്കാനും ഒക്കെ സത്യാമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവാണ്. ശാരദാമ്മ ചോദിക്കുന്ന പരിശുദ്ധം കറി മസാല അങ്ങനല്ലേ? ശാന്ത ചോദിക്കും, ആഹാ, ശാരദാമ്മയ്ക്ക് അറിയാവോ? ശാരദാമ്മയും പങ്കെടുക്കുന്നുണ്ടോ? അതെ, അവരിവിടെ വന്നിരുന്നു. ഓ, ഞാനെങ്ങും ഇല്ലെന്ന് ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞു. കുറേ നാളിന് മുമ്പേ, അതായത് ദാണ്ട് ഇവളുടെ കല്യാണത്തിന് മുമ്പ് ഒരു മത്സരത്തിന് പങ്കെടുത്തതിൻ്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. വെറുതെ എന്തിനാ അറിയുന്നവരുടെ മുന്നിൽ കിടന്ന് വെറുപ്പ് സമ്പാദിക്കുന്നത്? ഇനി സത്യാമ്മ പങ്കെടുക്കുന്നുണ്ടെങ്കിലോ ഞാൻ ആ ഭാഗത്തോട്ടേ ഇല്ല. ശാലിനി ചോദിക്കുന്ന, ശാന്തേച്ചി സത്യാമ്മ പങ്കെടുക്കുമെന്നുള്ളത് ഉറപ്പാണോ? ആന്നു കുഞ്ഞെ, രാഘവൻ സാറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാ. സാറിന് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ട്, ചികിത്സിപ്പിക്കുന്നതിനെ ഒരുപാട് പൈസ ചെലവുണ്ടെന്നാ പറയുന്നത്. ഇത് ജയിച്ചു കിട്ടിയാൽ രാഘവൻ സാറിന്റെ ചികിത്സയ്ക്കുള്ള പണമാവുമല്ലോ. ആ ഒരു ആശ്വാസത്തിലാണ് സത്യാമ്മ ഇപ്പോൾ. ഒരല്പം വാശിയും മുൻകോപമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ സത്യാമ്മയ്ക്ക്. ആളൊരു പാവ, ഇപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അങ്കലാപ്പും ഉണ്ടല്ലോ. ശാലിനി പറയുക, എല്ലാം സത്യാമ്മയായിട്ട് വരുത്തി വെച്ചതല്ലേ, ഒരു കാര്യത്തിലും വിഷ്ണുവേട്ടനോട്ട് ഇടപെട്ടിട്ടുമില്ല. ഇപ്പോഴും സത്യാമ്മ രാഘവൻ സാറിന്റെ ചികിത്സയ്ക്ക് ഇത്രയധികം പൈസ വേണമെന്നൊന്നും വിഷ്ണു കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല. അതാ ശാന്തേച്ചിയും ഞാൻ പറഞ്ഞത്, വാശിയാ, എല്ലാം ഒറ്റയ്ക്ക് നേടണമെന്നുള്ള വാശി. എന്തായാലും വേണ്ടില്ല കുഞ്ഞെ, രാഘവൻ സാറിന്റെ അസുഖം ഒന്ന് ഭേദമായാൽ മതിയായിരുന്നു. എന്തായാലും ശാന്തേച്ചി സത്യാമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ കോമ്പറ്റീഷനിൽ സത്യാമ്മയെ സഹായിക്കുകയും വേണം. ശാരദാമ്മ പങ്കെടുക്കുന്നില്ലെന്നല്ലയോ പറഞ്ഞത്, പക്ഷെ ശാരദാമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മത്സരം നടക്കുമായിരുന്നു. അത് ശരിയാ ശാന്തേച്ചി, വാശി ഉണ്ടാകുമ്പോഴാണല്ലോ മത്സരത്തിനൊരു മുറുക്കം ഉണ്ടാകുന്നത്. സത്യാമ്മയും ശാരദാമ്മയും നേർക്ക് നേരെ നേരിടുന്നതേ കാഴ്ചക്കാർക്കൊരു രസമായിരിക്കും. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ശാന്തേച്ചി, നമുക്ക് അമ്മയെ കൊണ്ട് മത്സരിപ്പിക്കാന്നേ. ഏറ്റുമുട്ടട്ടെ അങ്ങനെ രണ്ടമ്മമാരുടെ, ആരാ ജയിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയുകയും ചെയ്യാമല്ലോ. ശാലിനി അങ്ങനെ എങ്ങനെയെങ്കിലും ശാരദാമ്മയെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ശാലിനി രാത്രി ചോദിക്കുവാണ്, എന്താമ്മ ഇന്നത്തെ സ്പെഷ്യൽ? അതിന് ബീട്രൂട്ടിൻ്റെ തോരനുമുണ്ട്, മോക്ക് ഇഷ്ടപ്പെട്ട പോലെ ബീട്രൂട്ട് തൈര് ഒഴിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോഴത്തെ ശാരദാമ്മയുടെ മാജിക്ക് മുഴുക്ക ബീട്രൂട്ടിലാണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾ മക്കളേതായാലും ഭാഗ്യമുള്ളവരാ, അമ്മയുടെ കൈ കൊണ്ട് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഈ ശാരദാമ്മയുടെ കൈപുണ്യം ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? ഈ കേരളക്കര മൊത്തത്തിൽ ചർച്ചാ വിഷയമാകട്ടെ. എൻ്റെ ശാലിനി, നീ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലമ്മേ, ആ മത്സരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സത്യാമ്മയൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയും കൂടെ അതിൽ പങ്കെടുപ്പിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനിയുടെ പുതിയ തന്ത്രമാണ് തന്നെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനുള്ള അടവാണെന്നൊക്കെ ശാരദാമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ശാരദാമ്മയും സത്യാമ്മയും കൂടെ മത്സരത്തിൽ പങ്കെടുക്കട്ടെ. ആര് വിജയിക്കുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.